ആദാബ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 8ാം ക്ലാസ്സിലെ ഇക് നയി ദുനിയ ബനായി എന്ന പാഠഭാഗത്തിലെ പഠന പ്രവർത്തനങ്ങളാണ് നമ്മളിന്ന് നോക്കുന്നത്. നോക്കൂ, ആദ്യത്തേത് വജാഹത്ത് അലി സന്ദേൽവി കി നസ്മ ഇക് നയി ദുനിയ ബനായി തറന്നം സെ ഗായി. ഈ കവിത നല്ല രീതിയിൽ ആലപിക്കാനാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത്തേത് ഷേർ കാ മത്ലബ് സംജിയെ. തന്നിരിക്കുന്ന ഷേർ എന്ന് പറഞ്ഞാൽ എന്താ? ഈ 2 വരികളെയാണ് നമ്മൾ ഷേർ എന്ന് പറയുന്നത് അല്ലേ. അതിൻ്റെ ആശയം മനസ്സിലാക്കുക. ആവോ ഇക് ദുനിയ ബനായി ഹം നയി ജിസ്മേ ഹോ ആസൂദഗി ഓർ ദിൽകശി. ഇതിൻ്റെ മത്ലബ് ഇങ്ങനെയാണ് എഴുതിയിട്ടുള്ളത്. ഈ ഷേർ മേ ഷായർ എക് നയി ദുനിയ ബനാനി കി തമന്ന ജാഹിർ കർത്താ ഹെ. ഈ വരികളിൽ ഷായർ ഒരു പുതിയ ലോകമുണ്ടാക്കുന്നതിനുള്ള അല്ലെങ്കിൽ ഒരു പുതിയ ലോകം നിർമ്മിക്കുന്നതിനുള്ള ആഗ്രഹമാണ് പ്രകടിപ്പിക്കുന്നത്. ജിസ്മേ റാഹത്ത് ഓർ ദിൽകശി കാ സമാൻ മുയസ്സർ ഹോ. അതിൽ റാഹത്ത്, അഭിവൃദ്ധിയും അതുപോലെ തന്നെ മനോഹാരിതയും ഒക്കെ ഉള്ള ഒരു പുതിയൊരു ലോകം നിർമ്മിക്കാനാണ് അദ്ദേഹം ഇതിലൂടെ ആഗ്രഹം പ്രകടിപ്പിക്കുന്നത്. ഇനി അടുത്തത് ഷേർ കോ ഔർ സേ പഠിയേ ഓർ ഇസ്കാ മത്ലബ് ലിഖിയേ. തന്നിരിക്കുന്ന ഷേർ ശ്രദ്ധിച്ചു വായിച്ചിട്ട് അതിൻ്റെ ആശയം എഴുതുക. നഫ്രത്തോ സേ പാക്ക് ഹോ അപ്പനി ജമീൻ ഹോ റവാദാരി കാ മസ്ലക് ഹർ കഹേ. എന്താ പറഞ്ഞിട്ടുള്ളത്? നഫ്രത്ത്, വെറുപ്പിൽ നിന്ന് അല്ലേ. നമ്മുടെ ഭൂമി എന്ത് ചെയ്യണം? നമ്മുടെ മണ്ണ് നഫ്രത്തിൽ നിന്ന്, വെറുപ്പിൽ നിന്ന് മുക്തമാക്കണം, ശുദ്ധമാക്കണം. പിന്നെയോ ഹോ റവാദാരി കാ മസ്ലക് ഹർ കഹേ. റവാദാരി എന്ന് പറഞ്ഞാൽ സഹിഷ്ണുത, അതുപോലെ തന്നെ ഒരുമിക്കൽ അല്ലെങ്കിൽ യോജിക്കൽ എന്നൊക്കെ പറയാം. അതിൻ്റെ നേർവഴിയായിരിക്കണം എല്ലായിടത്തും ഉള്ളത് എന്ന് വെച്ചാൽ ഒരുമ എല്ലായിടത്തും ഉണ്ടാക്കണം. പരസ്പരം എന്ത് ചെയ്യണം? പരസ്പര വെറുപ്പിൽ നിന്ന് ഈ മണ്ണിനെ നമ്മൾ മുക്തമാക്കണം. അപ്പോൾ ഇതിൻ്റെ ആശയം നമുക്ക് ഇതുപോലെ എങ്ങനെ എഴുതാം? നോക്കൂ. इस शेर में शायर ये तमन्ना जाहिर करता है कि अपनी ज़मीन नफ़रतों से पाक हो और इसमें हर कहे रवादारी का मसलक हो. അടുത്ത പ്രവർത്തനം. इस नज़्म में शायर क्या बयान करता है? नज़्म का पैगाम क्या है? अपने ഖയാലാത്ത് ലിഖി. ഈ കവിതയിൽ ഷായർ എന്താണ് വിവരിക്കുന്നത്? നസ്മിൻ്റെ പൈആം, സന്ദേശം എന്താണ്? അപ്നെ ഖയാലാത്ത് ലിഖിയെ, നിങ്ങളുടെ ആശയം എഴുതുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ദേശസ്നേഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു നസ്മാണിത് അല്ലേ. ദേശസ്നേഹം നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാവണം എന്നുള്ളൊരു പൈആമാണ് ഇതിലൂടെ ലഭിക്കുന്നത്. ഒപ്പം തന്നെ പരസ്പര സ്നേഹത്തോടുകൂടെയും ഒരുമയോടുകൂടെയും നമ്മൾ ജീവിക്കണം എന്നുള്ള ആ ഒരു മഹത്തായ ആശയം കൂടി ഇതിൽ നൽകുന്നുണ്ട്. അതിൽ ഒപ്പം തന്നെ ഇതുകൂടെ പറയുന്നുണ്ട്, നമ്മുടെ ഇന്ത്യയിൽ സമാധാനത്തോടുകൂടിയും സന്തോഷത്തോടുകൂടിയുമുള്ള ജീവിതം ഉണ്ടാക്കിയെടുക്കാനും നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിക്കും വേണ്ടി നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു സംഭവമാണ് ഈ കവിതയിലൂടെ നമുക്ക് വിവരിച്ചു തരുന്നത്. കണ്ടല്ലോ, കവിതയുടെ തുടക്കത്തിൽ തന്നെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. നോക്കൂ. हिंदुस्तान के लोग आपस में मिलजुल कर रहते हैं. मुल्क की तरक्की में उनका अहम रोल होता है. अपने वतन में सुकून की ज़िंदगी गुजारने के लिए हम क्या क्या कर सकते हैं. ഇതാണ് ഇതിൻ്റെ ആശയം, അല്ലെങ്കിൽ അതിനുള്ള കാരണങ്ങളാണ് ഇതിൽ വിവരിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഇസ് നസ്മ മേ ഷായർ യെ बयान करता है कि अपने वतन हिंदुस्तान में अमन व सुकून की ज़िंदगी गुजारने के लिए हम क्या क्या कर सकते हैं. പിന്നെന്തെഴുതാം?
इस नज़्म से शायर ये पैगाम देता है कि हम सब आपस में मोहब्बत और मेलजोल के साथ रहना है. നമ്മൾ പരസ്പരം സ്നേഹത്തോടുകൂടെയും ഒരുമയോടുകൂടെയും ജീവിക്കണം. അപ്പോൾ ഇത്രയുമാണ് ഇതിലൂടെ പറഞ്ഞിട്ടുള്ളത്. ഇനി ഇത് നോക്കൂ. അടുത്തത് നയി ദുനിയ ബനാനെ കെ ലിയെ ഹമേ ക്യാ ക്യാ കർനാ ചാഹിയെ. പുതിയൊരു ലോകമുണ്ടാക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യണം, നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. നസ്മ് കി റോഷ്നി മേ അപ്നെ ഖയാലാത്ത് ലിഖി. കവിതയുടെ വെളിച്ചത്തിൽ നിങ്ങളുടെ ആശയം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ കവിതയിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാം അല്ലേ. നോക്കൂ, എന്തൊക്കെ ചെയ്യണം നമ്മൾ പരസ്പരം. എന്താ, ബായിയോം കി തരഹ സബ് മിൽക്കർ രഹി. നമ്മൾ പരസ്പരം ബായികളെ പോലെ, അഥവാ എന്ന് വെച്ചാൽ സഹോദരന്മാരെ പോലെ അല്ലേ, സഹോദരന്മാരെ പോലെ പരസ്പരം സ്നേഹിച്ച് ജീവിക്കണം, പരസ്പരം ബഹുമാനിക്കണം. പിന്നെ എന്ത് ചെയ്യണം, നഫ്രത്തോസെ, ഇത് കണ്ടില്ലേ, വെറുപ്പിൽ നിന്ന് നമ്മുടെ മണ്ണിനെ നമ്മൾ മുക്തമാക്കണം. പിന്നെ റവാദാരിക്ക മസ്ലക്കം എന്ന് വെച്ചാൽ സഹിഷ്ണുതയുടെയും നേർവഴിയുടെയൊക്കെ മാർഗങ്ങൾ എല്ലാവിടെയും ഉണ്ടാവണം. ഒപ്പം തന്നെ സോഫ്റ്റ് ദിൽ, മനസ്സുകൾ എപ്പോഴും ശുദ്ധമായിരിക്കണം, നിഷ്പക്ഷത ഉണ്ടായിരിക്കണം. നിഷ്പക്ഷത, നമ്മുടെ ചിന്തകളിൽ എപ്പോഴും നിഷ്പക്ഷത ഉണ്ടാവണം. എന്നുവെച്ചാൽ ഒരാളിനെക്കുറിച്ച് മാത്രം, അല്ലെങ്കിൽ ഒരു ജാതിയുടെയോ മതത്തിൻ്റെയോ പേരിൽ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, പരസ്പരം പോരടിക്കരുത്. പിന്നെ മെഹർബ ഉൽഫത്ത് അല്ലേ, നമ്മൾ സ്നേഹത്തിൻ്റെ ദീപങ്ങൾ എല്ലാവരുടെയും എന്ത് ചെയ്യണം, തെളിയിക്കണം. ഒരിബി, അതുപോലെ തന്നെ ജഹാലത്ത്, ഇതിനെതിരെയൊക്കെ ആയിട്ട് നമ്മൾ പോരാടണം. പിന്നെ എന്ത് ചെയ്യണം, നമ്മൾ തർക്കി, ദേശത്തിൻ്റെ പുരോഗതിയുടെ മാർഗത്തിലേക്ക് നമ്മൾ നടന്നു കയറണം. പിന്നെ എന്ത് ചെയ്യണം, ഇൽമ വ ഹുക്മത് കി ജലാക്കർ മഷ്അലെ സേർ കരേ ഹം മൻസിലും പർ മൻസിലും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമുക്കൊരു നോട്ടാക്കി എങ്ങനെ എഴുതാം, നമുക്കിങ്ങനെ എഴുതാം. ഇക്ക് നയി ദുനിയ ബനാനെ കെ ലിയെ ഹം हमारे ज़मीन नफ़रतों से पाक करना है और हम एक दूसरे से प्यार और एहतराम करना है. पिन्यो हमारा दिल सौफ और दिमाग बेतअस्सुब करना है. पिन्यो हमें ओरीबी और जहालत से लड़ना है. मेहर व उल्फत की शम्एं हम ജലാന ഹേ. ഇത്രയൊക്കെയാണ് എഴുതിയിട്ടുള്ളത്. ബാക്കി നിങ്ങൾക്ക് കവിത വായിച്ചതിന് ശേഷം വീണ്ടും എഴുതാം. അടുത്തത് അദീബോं को पहचानिए इशारों की मदद से उनका प्रोफाइल तैयार कीजिए. എന്താ പറഞ്ഞിട്ടുള്ളത്, തന്നിരിക്കുന്ന അദീബുകളെ, സാഹിത്യകാരന്മാരെ തിരിച്ചറിയുക, എന്നിട്ട് തന്നിരിക്കുന്ന സൂചകങ്ങളുടെ സഹായത്താൽ പ്രൊഫൈൽ തയ്യാറാക്കണം. ഇവിടെ 2 പേരെയാണ് തന്നിട്ടുള്ളത്, ജാൻ നസാർ അഖ്തർ, മൗലാന അബുൽ കലാം ആസാദ്. മൗലാന അബുൽ കലാം ആസാദ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു അല്ലേ, നമുക്കറിയാം. നോക്കൂ, ജാൻ നസാർ അഖ്തർ, അസ്ലി നാം സയ്യിദ് ജാൻ നസാർ ഹുസൈൻ റിസ്വി, തഹല്ലുസാണ് അഖ്തർ എന്നുള്ളത്. പൈദായിഷ് 18 ഫെബ്രുവരി 1914 ഷുഹറത്ത് ഷായിറാണ്, മുസന്നിഫാണ്. ഈ 2 ഇതിലുമാണ് അവർ പ്രശസ്തമായിട്ടുള്ളത്. വഫാത്ത് ഓഗസ്റ്റ് 19, 1982. 1972. ഇനി ഇവിടെ മൗലാന അബുൽ കലാം ആസാദ് ആണെന്നുണ്ടെങ്കിൽ അസ്ലി നാമ സയ്യിദ് ഉല മുഹീദ്ദീൻ അഹമ്മദ് ആസാദാണ്. പൈദായിഷ് മക്കയിലായിരുന്നു, നവംബർ 11, 1888.
പിന്നെ അദ്ദേഹത്തിൻ്റെ മഷ്ഹൂർ കിതാബുകളാണ് ഉബാറെ ഹാത്തിറും ആസാദി ഹിന്ദും. അടുത്തത് സഹാഫി ആയിരുന്നു, മുജാഹിദെ ആസാദി ആയിരുന്നു, അദീബായിരുന്നു. ഒരു പത്രപ്രവർത്തകനായിരുന്നു, അതുപോലെ തന്നെ ഒരു സ്വാതന്ത്ര്യസമര സേനാനിയായിരുന്നു അദ്ദേഹം. ഒപ്പം തന്നെ ഒരു സാഹിത്യകാരനും ആയിരുന്നു. ദില്ലിയിൽ ഫെബ്രുവരി 22 1958 അദ്ദേഹം മരിക്കുന്നത്. അപ്പോൾ ഇവരെ ഈ സംഭവങ്ങളൊക്കെ വെച്ച് നമുക്ക് എന്ത് ചെയ്യണം, ഒരു പ്രൊഫൈൽ തയ്യാറാക്കണം. എങ്ങനെയായിരിക്കും തയ്യാറാക്കുക? ഇങ്ങനെ എഴുതാം: ജാൻ നസാർ അഖ്തർ കി അസ്ലി നാം സയ്യിദ് ജാൻ നസാർ ഹുസൈൻ റിസ്വി ഹെ. പിന്നെയോ ഉസ്കാ തഹല്ലുസ് അഖ്തർ ഹെ. പിന്നെന്തെഴുതാം? ജാൻ നസാർ അഖ്തർ കി പൈദായിഷ്, എന്നിട്ട് ഇതെഴുതാം അല്ലേ, ഫെബ്രുവരി 18 1914 में हुई. പിന്നെ वो एक ഉറുദു के बड़े शायर और मुसन्निफ थे. പിന്നെന്തെഴുതാം? ഉസ്കി വഫാത്ത് അല്ലെങ്കിൽ ആപ്കി വഫാത്ത് എന്നെഴുതിയിട്ട് ഇതെഴുതാം അല്ലേ, ഓഗസ്റ്റ് 19 1976 ഹുയി. ഇങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഒരു പ്രൊഫൈൽ എഴുതേണ്ടത്. അതുപോലെ തന്നെ മൗലാന അബുൽ കലാം ആസാദിനെ കുറിച്ചാണെന്നുണ്ടെങ്കിലോ, മൗലാന അബുൽ കലാം ആസാദ് കി അസ്ലി നാം സയ്യിദ് ഉലാം മുഹീദ്ദീൻ അഹമ്മദ് ആസാദ് ഹേ. പിന്നെന്തെഴുതാം? ആസാദ് കി പൈദായിഷ് മക്ക മേ നവംബർ 11 1888 മേ ഹുയി. ഈസ്വി എന്നും കൂടി എഴുതണം കേട്ടോ, ഈസ്വി മേ ഹുയി. പിന്നെ ആപ്കെ മഷ്ഹൂർ കിതാബേ ഹേ ഉബാറെ ഹാത്തിർ ഓർ ആസാദി ഹിന്ദ്, അങ്ങനെയും എഴുതാം. അതല്ലാന്നുണ്ടെങ്കിൽ ആസാദി ഹിന്ദ് ഓർ ഉബാറെ ഹാത്തിർ ആസാദ് കി മഷ്ഹൂർ കിതാബേ ഹേ. പിന്നെ വോ ഏക മുജാഹിദെ ആസാദി അദേബ് ഓർ സഹാഫി തെ. പിന്നെന്തെഴുതാം? ആസാദ് കി വഫാത്ത് ദില്ലി മേ ഫെബ്രുവരി 22 1958 മേ ഹുയി എന്നെഴുതാം. മനസ്സിലായല്ലോ? അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രൊഫൈൽ എഴുതേണ്ടത്. വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് എഴുതിയത് നമുക്ക് നോക്കാം. ഈ ഒരു രീതിക്ക് നമുക്ക് പ്രൊഫൈൽ തയ്യാറാക്കാം. നോക്കൂ, ജാൻ നസാർ അഖ്തർ ഉറുദു കെ ബഡേ ഷായർ ഓർ മുസന്നിഫ് ഹേ. വോ ഫെബ്രുവരി 18 1914 അല്ലേ, 1914 ഫെബ്രുവരി 18 1914 को पैदा हुए. പിന്നെ ആപ്കെ അസ്ലി നാം എന്താണെന്ന് എഴുതിയിട്ടുണ്ട്, ജാൻ നസാർ ഹുസൈൻ റിസ്വി ഹേ. പിന്നെ വോ അഖ്തർ എന്നുള്ളത് തഹല്ലുസ് ആക്കി വെച്ചു, തൂലികാ നാമം ആക്കി വെച്ചതാണ്. പിന്നെ ഓഗസ്റ്റ് 19 1976 അദ്ദേഹം വഫാത്താകുന്നത്. അപ്പോൾ ഇതേ രീതിയിൽ നമുക്ക് ആസാദിൻ്റെ പ്രൊഫൈലും തയ്യാറാക്കാം. നോക്കൂ, അടുത്തത് नज़्म एक दुनिया बनाए, एक नई दुनिया बनाए, आपने पढ़ी है ना, इशारों की मदद से इस मौजू पर इशार लिखने की कोशिश करें. എന്താ പറഞ്ഞത്? ഇക് നൈ ദുനിയ ബനായും എന്നുള്ള നസ്മ നിങ്ങൾ പഠിച്ചല്ലോ അല്ലേ, നിങ്ങൾ വായിച്ചല്ലോ. ഇനി എന്ത് ചെയ്യണം? താഴെ തന്നിരിക്കുന്ന ഇഷാറകൾ, ഹിൻഡുകളുടെ സഹായത്താൽ ഈ വിഷയത്തിൽ കുറച്ച് വരികൾ നിങ്ങൾ സ്വയം എഴുതണം, അഥവാ നിങ്ങളും ഒരു കവിത എഴുതണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കൂ, എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? മുഹബ്ബത്ത്, ഇസ്സത്ത്, മെഹനത്ത്, സിഹത്ത്. മുഹബത്ത്, ഇസ്സത്ത്, മെഹനത്ത്, സിഹത്ത് നമുക്കറിയാം, ഇതെല്ലാം റൈമിംഗ് വേർഡ്സാണ്, ഹമാവാസ് അൽഫാസുകളാണ് അല്ലേ. കവിതയ്ക്ക് പറ്റിയ പോലെ തന്നെയാണ് തന്നിട്ടുള്ളത്. ഇനി ബനായേങ്കെ, മിഠായേങ്കെ, ജലായേങ്കെ, മിലായേങ്കെ. ബനായേങ്കെ എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കാം, മിഠായേങ്കെ എന്ന് പറഞ്ഞാൽ നശിപ്പിക്കാം, ഇല്ലാതാക്കാം എന്നാണ്. ജലായേങ്കെ എന്ന് പറഞ്ഞാൽ എന്താ? ദീപം തെളിയിക്കാം എന്നുള്ള അർത്ഥമാണ്. മിലായേങ്കെ എന്ന് പറഞ്ഞാൽ കൂടിച്ചേർക്കാം എന്നൊക്കെ ഉള്ള അർത്ഥമാണ് കേട്ടോ. മുഹബത്ത് അറിയാലോ, സ്നേഹം. ഇസ്സത്ത് എന്ന് പറഞ്ഞാൽ ബഹുമാനം അല്ലേ, അല്ലെങ്കിൽ അഭിമാനം എന്നൊക്കെ പറയാം. മെഹനത്ത്, ഇസ്സത്ത് പറഞ്ഞാൽ അഭിമാനം കേട്ടോ. മെഹനത്ത് അധ്വാനം. സിഹത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ആരോഗ്യം. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ വരികൾ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം അല്ലേ. നമുക്ക് ഇതിലെ കുറച്ച് വേർഡ്സും കുറച്ച് പുറത്തുനിന്നുള്ള വേർഡ്സും ഉപയോഗിച്ച് വരികൾ തയ്യാറാക്കാം. നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ എഴുതാം: മുഹബ്ബത്ത് കി അല്ലെങ്കിൽ മുഹബ്ബത്ത് ദിലോ മേ ബനായേങ്കെ ഹം. മനസ്സുകളിൽ എന്തുണ്ടാക്കാം? സ്നേഹമുണ്ടാക്കാം. നമ്മൾ വെറുപ്പ് എന്നുള്ള വേർഡ് പഠിച്ചിട്ടുണ്ട് അല്ലേ, അപ്പോൾ അതെഴുതാം നമുക്ക്. നഫ്രത്ത് ദിലോ സേ മിഠായേങ്കെ ഹം. മനസ്സുകളിൽ നിന്ന് എന്ത് ഒഴിവാക്കാം, എന്തില്ലാണ്ടെയാക്കാം? നഫ്രത്ത് ഇല്ലാണ്ടെയാക്കാം. പിന്നെ നമുക്ക് ഇങ്ങനെ എഴുതാം: മെഹനത്ത് കി, വേറൊരു വാക്കാണ് കേട്ടോ ഇതിൽ ഉപയോഗിക്കുന്നത്. മെഹനത്ത് കി രാഹ്മേ ചലായേങ്കെ ഹം. അധ്വാനത്തിൻ്റെ വഴിയിൽ നമുക്ക് നടക്കാം. പിന്നെയോ ഇസ്സത്ത് കി ശംഏ ജലായേങ്കെ ഹം. മനസ്സിലായോ?
വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാം കേട്ടോ. ഞാൻ ഈ ഒരേ രീതിയിൽ തന്നെ ആക്കിയിരിക്കുകയാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറെ രീതിയിലും ആക്കാം. മുഹബ്ബത്ത് ദിലോം മേ ബനായേംഗെ ഹം, നഫ്രത് ദിലോം സേ മിട്ടായേംഗെ ഹം, മെഹനത് കി രാഹ് മേ ചലായേംഗെ ഹം, ഇസ്സത്ത് കി ഷംഏ ജലായേംഗെ ഹം. അപ്പോൾ നിങ്ങൾക്ക് ഇതല്ലാന്നുണ്ടെങ്കിൽ വേറെ വരികളും നിർമ്മിക്കാം. ഇനി ഇതിലെ ദീഗർ സർഗർമിയാണ്. നോക്കൂ, ഹുബ്ബെ വത്തൻ കെ ബാരെ മീ ബഹുത് സി നസ്മേ ഹെ. ഹുബ്ബെ വത്തൻ ദേശസ്നേഹത്തിനെ കുറിച്ച് ഒരുപാട് കവിതകളുണ്ട്. ഐസി നസ്മേ ജമ കർക്കെ ക്ലാസ് മേ തറന്നം കെ സാത്ത് പേഷ് കരെ. അങ്ങനെയുള്ള നസ്മുകൾ ശേഖരിച്ചിട്ട് ക്ലാസ്സിൽ അവതരിപ്പിക്കുക. അപ്പോൾ ഈ പാഠഭാഗത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും തീർന്നിരിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ വീണ്ടും വരാം. ഹുദാ ഹാഫിസ്.